വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. കണ്ണാ, ഞാനിന്ന് ഒരു വലിയ കള്ളത്തരം കാണിച്ചത് നീ അറിഞ്ഞുവോ? അതിപ്പോൾ എന്താണാവോ? അതെ, ആരും കാണാതെ വരിയിൽ മണിക്കൂറുകൾ നിൽക്കാതെ ഞാനിന്ന് നിന്റെ രാജധാനിയിൽ കയറിപ്പറ്റി. അതേന്നേ, കാവൽക്കാരും തന്നെ കണ്ടില്ല. അകത്ത് കയറി എൻ്റെ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ മണിക്കൂറുകൾ വരിയിൽ നിന്നില്ല. അതിപ്പോൾ എന്താ കഥ? ശരീരത്തിനെയല്ലേ കാവൽക്കാർക്ക് കാണാൻ പറ്റൂ? ശരീരത്തിനല്ലേ ക്യൂ നിൽക്കേണ്ടതുള്ളൂ? ഞാൻ, ആത്മാവാകുന്ന ഞാൻ, ഈ ശരീരം വീട്ടിൽ വെച്ചിട്ടേ ഓടിയങ്ങ് കയറി എൻ്റെ പൊന്നു തമ്പുരാനെ ഒരു നോക്ക് കാണാൻ. ശ്രീലകത്തേക്ക് നോക്കിയപ്പോൾ അതാ സർവാഭരണ വിഭൂഷിതനായി പൊന്നോടക്കുഴൽ വിളിച്ചങ്ങനെ നിൽക്കുന്നു. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചായ്ച്ചു വെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ നിറവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽ കാരുണ്യേന നിത്യം മമ ഹൃദി വിളയാടിയിടുവാൻ കൈതൊഴുന്നേൻ. വാതിൽ മാടത്തിൻ്റെ ഇടതുവശത്തിരുന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം രചിക്കുന്നുണ്ട്. മനസ്സ അദ്ദേഹത്തിന് ഒരു നമസ്കാരം അർപ്പിച്ചു. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. ചുറ്റും നടക്കുന്ന ഒന്നും അദ്ദേഹം കാണുന്നില്ല. കണ്ണും മനസ്സും ഭഗവാന്റെ പാദത്തിലല്ലേ. പ്രദക്ഷിണം ചെയ്ത് താമരക്കണ്ണനെയും തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ അതാ കുറൂരമ്മ ഇരുന്ന് നാമം ജപിക്കുകയാണ്. ഒരു ചെറിയ പുഞ്ചിരി കിട്ടി എനിക്ക്. ആ അമ്മയുടെ തോളിൽ പറ്റിച്ചേർന്ന് നാമജപം ആസ്വദിക്കുന്നു കണ്ണൻ. രണ്ടുപേരെയും ശല്യം ചെയ്യാതെ ഞാൻ നടന്നു നീങ്ങി. അപ്പോൾ അതാ പൂന്താനം തിരുമേനിയല്ലേ? അതെ, അദ്ദേഹം തന്നെ. വയസ്സായിരിക്കുന്നു പാവത്തിന്. നടപ്പൊക്കെ പതുക്കെയാണ്. നാമം ജപിച്ച് നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നാണത്രേ. അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഒന്ന് നമസ്കരിച്ചു. കൂത്തമ്പലത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ മാനവേദരാജ തിരുമനസ്. അദ്ദേഹം ഒരു മയിൽപ്പീലി നോക്കി ആനന്ദാശ്രു പൊഴിക്കുന്നു. ഉണ്ണിയെ വാരി ചെന്ന് എടുക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയതൊരു മയിൽപ്പീലിയാണത്രേ. കുറച്ചു മാറിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച, വില്വമംഗലം സ്വാമിയാർ ഒരു കുട്ടിയോട് നിന്ന് സംസാരിക്കുന്നു. ഇതിപ്പോൾ എന്താ? ഈ കുട്ടിയുടെ ദേഹത്തപ്പിടി കരി. കുറൂരമ്മ കലത്തിലിട്ട് മൂടിയ കഥ പറയുകയാണ് കണ്ണൻ. നാരായണ. പ്രദക്ഷിണം ചെയ്തു വന്നപ്പോൾ അതാ ഒരു മാലയും പിടിച്ചിരിക്കുന്നു മഞ്ജുള വാരസ്യാർ കണ്ണന് കൊടുക്കാൻ. വരണമാല്യം കയ്യിൽ പിടിക്കുന്ന വധുവിൻ്റെ ഭാവത്തോടെ തൻ്റെ പ്രിയന് കൊടുക്കാൻ മാല കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു മഞ്ജുള. ഒട്ടും മേളവുമൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ണൻ ശിവേലിക്കിറങ്ങുകയാണ്. തിടം പേറ്റുന്നത് കേശവനാണത്രേ, ഭഗവാന്റെ പ്രിയപ്പെട്ട ഗുരുവായൂർ കേശവൻ. ഇപ്പോൾ ഭഗവാൻ സാക്ഷാൽ ദ്വാരകാധീശനായി, സാക്ഷാൽ ചക്രവർത്തിയായി ആനപ്പുറത്ത്, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. രാജകീയമായ ആ വരവ് ഒന്ന് കാണേണ്ടതാണ്. എന്ത് മുൻജന്മ പുണ്യം കൊണ്ടാണോ ഈ കാഴ്ചകളൊക്കെയും ഭഗവാൻ അനുവദിച്ചു തരുന്നത്. കൃഷ്ണ, ഗുരുവായൂരപ്പ. ഈ രംഗങ്ങളൊക്കെയും മനസ്സിൽ നിന്നും ആയരുതേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാനോട് യാത്ര പറയണം. യാത്ര പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അല്ല, എന്നോട് യാത്ര പറഞ്ഞ് നീ എവിടേക്ക് പോകുക? എന്നിലേക്ക് വന്നവർ എനിക്ക് സ്വന്തമാണ്, ഞാൻ തന്നെയാണ്. ഒരു യാത്ര പറച്ചിലിൻ്റെയും ആവശ്യമില്ല. ഇനി ഒരിക്കലും നിനക്കെന്നെ മറക്കുവാൻ സാധിക്കില്ല. എനിക്ക് നിന്നെയും മറക്കുവാൻ സാധിക്കില്ല. നിന്നെയും കാത്ത് ഞാനിവിടെ തന്നെ ഉണ്ടാവും. നിനക്കായി ഞാൻ എന്നും കാത്തിരിക്കും. ഇനിയും വരണം. ഈയുള്ളവളും കാത്തിരിക്കുകയാണ് കണ്ണ, അടുത്ത ഗുരുവായൂർ യാത്രയ്ക്കായി. എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ ആനപ്പുറത്തേറി വരുന്നത് കാണാൻ. ശ്രീലകത്ത് എന്ത് അലങ്കാരമാണെന്നറിയാൻ. നിൻ്റെ പ്രിയപ്പെട്ട മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും വാങ്ങി സമർപ്പിക്കാൻ. നീ കൊതിയോടെ കഴിക്കുന്ന വെണ്ണ വാങ്ങിത്തരാൻ. രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുരളി വാങ്ങിത്തരാൻ. മഞ്ഞപ്പട്ടുടെ ആടയും തുളസിമാലയും സമർപ്പിക്കാൻ. പ്രിയപ്പെട്ട അവിൽപ്പൊതി കൊതിയോടെ തുറക്കുന്നത് കാണാൻ. മനസ്സുകൊണ്ട് നിൻ്റെ പൂവുടലൊന്നു പുണരാൻ. നിൻ്റെ പ്രിയപ്പെട്ട നാരായണനാമം നാവ് തളരുന്നത് വരെ ജപിക്കാൻ. അവിടെ കാണുന്നതെല്ലാം നിൻ രൂപം, കേൾക്കുന്നതെല്ലാം നിൻ നാമം, ചെയ്യുന്നതെല്ലാം നിൻ അർച്ചനകൾ. അങ്ങനെ സർവം കൃഷ്ണമയം. കേട്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നിയതുകൊണ്ട് ഇവിടെ പറയുന്നു. മാലോകരെല്ലാം എൻ്റെ നേർക്ക് കാരുണ്യമോടെന്തിനു നോക്കിടുന്നു. ഞാൻ ലോകരോടൊന്നും ഇരന്നതില്ല, ഗോവിന്ദനോടാണിവനാവലാതി. മാലോകരെ, നിങ്ങളെ ആരെയും ഞാൻ നന്നായി വണങ്ങാത്തതിലുള്ള കുറ്റം പൊറുക്കണം. ഞാൻ ഭഗവാന്റെ മാത്രം കാൽക്കലേക്കോടുന്നൊരു സാധ്വിയത്രേ.
മാലോകരെ, നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്തിടുവാനുറച്ചാൽ എന്നെ ത്യജിച്ചിടുകയാണ് വേണ്ടത്. എന്നാൽ എനിക്കുപകാരമാവും. പറഞ്ഞ വരികളിലെ പിഴവുകൾ ഗുരുവായൂരപ്പൻ ക്ഷമിക്കട്ടെ. രാധാറാണി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.